സെക്കൻഡ് മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള ലിമിറ്റ് തിയറംസ് ആണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് എ സീക്വൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ലിമിറ്റുകളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറമുകളാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ബൗണ്ടഡ് സീക്വൻസ്. അപ്പോൾ ഒരു സെറ്റ് ബൗണ്ടഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദെയർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ എം സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എസ്. ഇങ്ങനൊരു റിയൽ നമ്പർ എം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പറയും ആ സെറ്റ് ബൗണ്ടഡ് ആണ്. അതേപോലെ തന്നെയാണ് സീക്വൻസിൻ്റെ കേസും വരുന്നത്. സീക്വൻസ് എക്സ് എൻ ഈസ് സെഡ് ടു ബി ബൗണ്ടഡ് ഇഫ് ദെയർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ എം, എ പോസിറ്റീവ് റിയൽ നമ്പർ എൻ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ. എല്ലാ എന്നുകൾക്കും എക്സ് എൻ ലെസ് ദാനോ മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാനോ ഈക്വൽ ടു എം എന്ന് പറയുമ്പോൾ സീക്വൻസിലെ എല്ലാ എലമെൻറ്റുകളുടെ ന്യൂമറിക്കൽ വാല്യൂ ഈ എമ്മിനേക്കാളും ചെറുതോ ഈക്വലോ ആണ്. അങ്ങനൊരു എം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറയും. അപ്പം ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയുമ്പോൾ സീക്വൻസിലെ എല്ലാ എലമെൻറ്റുകളും x1 എന്ന് പറയുന്ന സീക്വൻസിലെ ഫസ്റ്റ് എലമെൻറ്റ്, x2 എന്ന് പറയുന്ന സീക്വൻസിലെ സെക്കൻഡ് എലമെൻറ്റ്, x3 എന്ന് പറയുന്ന സീക്വൻസിലെ തേർഡ് എലമെൻറ്റ്. അപ്പം നമ്മൾ x1 x2 x3 എക്സെട്ര എല്ലാ എന്നുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് സീക്വൻസിൻ്റെ ന്യൂമറിക്കൽ എലമെൻറ്റുകളുടെ ന്യൂമറിക്കൽ വാല്യൂ എമ്മിനേക്കാളും ചെറുതോ ഈക്വലോ ആണെങ്കിൽ വി സേ ദാറ്റ് സീക്വൻസ് എക്സ് എൻ ഈസ് ബൗണ്ടഡ്. അപ്പോൾ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് സെറ്റും ബൗണ്ടഡ് ആയിരിക്കും. കാരണം സീക്വൻസിലെ എലമെൻറ്റുകളല്ലേ റേഞ്ച് സെറ്റ് വരുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ റേഞ്ച് സെറ്റിന് നമ്മൾ സെറ്റ് എന്നുള്ള നൊട്ടേഷനാണ് കൊടുക്കുന്നത്. സെറ്റ് ഫോൾ എക്സ് എൻ വെയർ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് സീക്വൻസിൻ്റെ അകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ മാത്രമേ ഈ സെറ്റ് എക്സ് എൻ റേഞ്ച് സെറ്റിൻ്റെ അത് വരത്തുള്ളൂ. അപ്പോൾ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ എലമെൻറ്റുകൾ മാത്രമല്ലേ ഈ സെറ്റ് വരുള്ളൂ. അപ്പോൾ ആ സെറ്റും ബൗണ്ടഡ് ആയി. അതേപോലെ തന്നെ ഈ സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ സീക്വൻസും ബൗണ്ടഡ് ആയി. കാരണം ഈ സെറ്റിലുള്ള എലമെൻറ്റുകൾ മാത്രമേ സീക്വൻസ് എക്സ് എൻ വരത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സീക്വൻസിൻ്റെ ബൗണ്ടഡ്നെസ് പറയുന്നത്. ഇനി നമ്മൾ പറയുവാണ് ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ബൗണ്ടഡ് ആയിരിക്കും. അതാണ് എ കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പർ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കും. സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും. അതാണ് നമുക്ക് തിയറം 5 പഠിക്കുകയാണ്. അപ്പം നമ്മൾ സപ്പോസ് ചെയ്യുകയാണ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനേഷൻ അനുസരിച്ച് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a k epsilon such that modulus of xn minus x is less than epsilon for all n greater than or equal to k epsilon എന്ന് നമുക്ക് പറയാമല്ലോ. നമ്മൾ ആകെ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തുള്ളൂ. എക്സ് എൻ കൺവേർജസ് ടു എക്സ് അല്ലെങ്കിൽ സീക്വൻസ് എക്സ് എൻ ഹാസ് ലിമിറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ അതാണ് ഇത് നമ്മൾ ഡെഫിനിഷൻ, ഇത് ഞാൻ ഈ ഡെഫിനിഷൻ എഴുതി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ ഡെഫിനിഷൻ എല്ലാ എപ്സിലോണും ഉള്ളത് കൊണ്ട് നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യുക. ഫോർ എപ്സിലോൺ ഈക്വൽ ടു 1 ദെയർ എക്സിസ്റ്റ് എ കെ എപ്സിലോൺ കെ ഓഫ് 1നെ ഡിപ്പെൻഡ് ചെയ്തുള്ള കെയെ നമ്മൾ കെ എന്ന് വിളിക്കുവാണ്. ദെയർ എക്സിസ്റ്റ് എ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ 1 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയാമല്ലോ. എപ്സിലോൺ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ. അപ്പോൾ നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ ഓഫ് 1 കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ വരെ ലെസ് ദാൻ 1 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 1 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. ഇതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ഇനി നമ്മൾ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ നമ്മൾ മോഡ് എക്സ് എൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ മോഡ് എക്സ് എൻ എന്ന് പറയുന്നത് നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് എക്സ്, ഒരു മൈനസ് എക്സ് ആഡ് ചെയ്യും, ഒരു എക്സ് ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യാമല്ലോ. മോഡ് എക്സ് എന്നെ നമുക്ക് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് എക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എന്ന് എഴുതാമല്ലോ. ഇനി മോഡുലസ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വരുമ്പോഴല്ല മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ആദ്യത്തെ ഇത്രോൺ ടേമിന് പകരം നമുക്ക് 1 വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കത് 1 പ്ലസ് മോഡ് എക്സ് എന്ന് കിട്ടി. അപ്പം ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ എക്സ് കെ തൊട്ടുള്ള വാല്യൂകളെല്ലാം എപ്പോഴും 1 പ്ലസ് മോഡ് എക്സിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്നെടുത്തപ്പം ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷമുള്ള വാല്യൂകളെല്ലാം എക്സ് എന്നുകളുടെ വാല്യൂകളെല്ലാം 1 പ്ലസ് മോഡ് എക്സിനേക്കാളും ചെറുതോ ഈക്വലോ ചെറുതെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എം ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ്
മോഡ് x1 മോഡ് x2 എക്സെട്ര മോഡ് xk-1 ആദ്യത്തെ k-1 ടേമുകൾ കോമ 1 പ്ലസ് മോഡ് എക്സ് എടുക്കുക. ഈ k എലമെൻറ്റുകളുടെ സുപ്രീമായിട്ട് എടുക്കുക. അതായത് ആദ്യത്തെ k-1 എലമെൻറ്റുകൾ മാറ്റിക്കഴിഞ്ഞ് ബാക്കിയുള്ള എലമെൻറ്റുകളെല്ലാം മോഡ് xn ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ k ഒരു 100 ആണ് എങ്കിൽ 100 തൊട്ടുള്ള എലമെൻറ്റുകൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആദ്യത്തെ 99 എലമെൻറ്റുകളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തുള്ളൂ. അപ്പോൾ ആ ആദ്യത്തെ 99 എലമെൻറ്റ്സ് x1 x2 x99 വരെയുള്ള നമ്പറുകളെ മോഡുലസ് നമ്മൾ എടുക്കുകയാണ്. അതാണ് ഇവിടെ എടുത്തേക്കുന്നത്. മോഡുലസ് ഓഫ് x1 x2 എക്സെട്ര മോഡ് xk-1. എന്നിട്ട് അവസാനത്തെ എലമെൻ്റായിട്ട് നമ്മൾ 1 പ്ലസ് മോഡ് എക്സ് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സുപ്രീമം എടുക്കുകയാണെങ്കിൽ സെറ്റിലെ എല്ലാ എലമെൻറ്റുകളും ഈ സുപ്രീമത്തിനേക്കാളും ചെറുതായിരിക്കുകയില്ലേ. കാരണം ആദ്യത്തെ k-1 എലമെൻറ്റുകളാണോ വലുതെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും എം വരുന്നത്. ഇനി 1 പ്ലസ് മോഡ് എക്സ് ആണ് വരുന്നതെങ്കിൽ എം എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ് അല്ലേ. ഇതിൻ്റെ അകത്ത് എത്ര എലമെൻ്റ് ഉണ്ട്? k എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റാണ്. ആദ്യത്തെ k-1 എലമെൻറ്റ്സും പിന്നെ അവസാനം kth എലമെൻ്റായിട്ട് 1 പ്ലസ് മോഡ് എക്സും എടുത്തേക്കുന്നതുകൊണ്ട് ഇതെന്ന് പറയുന്നൊരു k എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റാണ്. അപ്പോൾ k എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റ് നമ്മൾ ഓൾറെഡി സുപ്രീമത്തിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് k എലമെൻറ്റ് ഫൈനൈറ്റ് എലമെൻറ്റുകളുള്ള സെറ്റ് എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ഇത്ര എലമെൻറ്റുകളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ലീസ്റ്റ് എലമെൻറ്റും ഏറ്റവും വലിയ എലമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിനൊരു സുപ്രീമം ഉണ്ട്. ആ സുപ്രീമത്തിന് നമ്മൾ എം എന്ന് വിളിക്കുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മോഡ് xn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയാൻ മേലെ. കാരണം k തൊട്ടുള്ള എലമെൻറ്റുകളെല്ലാം ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ്. അപ്പോൾ ആദ്യത്തെ k-1 എലമെൻറ്റിൻ്റെ മോഡുലസും 1 പ്ലസ് മോഡ് എക്സും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ k- എലമെൻറ്റുകളിൽ ഏതെങ്കിലും ആണ് വലുതെങ്കിൽ അത് എം ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ 1 പ്ലസ് മോഡ് എക്സ് ആണ് ഇതിനേക്കാളും എല്ലാം വരുന്നതെങ്കിൽ എം അതെടുക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മാക്സിമം വാല്യൂ എന്താണോ അതാണ് നമ്മൾ സുപ്രീമം ഓഫ് അതാണ് നമ്മൾ എം ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് മോഡ് xn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് കിട്ടും. അതൊന്ന് നമുക്ക് പറയാം സീക്വൻസ് xn ഈസ് ബൗണ്ടഡ്. അപ്പോൾ കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണെന്ന് കിട്ടി. പക്ഷെ നേരെ തിരിച്ച് എല്ലാ ബൗണ്ടഡ് സീക്വൻസുകളും കൺവേർജൻ്റ് ആണെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സീക്വൻസ് -1 എടുത്താൽ -1 1 -1 1 -1 1 എന്നും പറഞ്ഞ് ഈ സീക്വൻസിലെ എലമെൻറ്റുകൾ പോവാം. ഈ സീക്വൻസിലെ എല്ലാ എലമെൻറ്റുകളും 1നേക്കാളും ചെറുതോ ഈക്വലോ. അപ്പോൾ നമുക്ക് പറയാം 1 ഇതിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ്, അല്ലെങ്കിൽ 2 ഇതിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ്, 3 ഇതിനൊരു അപ്പർ ബൗണ്ടാണ്. അപ്പോൾ 3 എല്ലാം അങ്ങനെ ഒരു. അപ്പോൾ നമുക്ക് മോഡ് xn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയാം. മോഡ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ സീക്വൻസ് ബൗണ്ടഡാണ്. പക്ഷേ ഇത് കൺവേർജൻ്റ് അല്ല എന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. -1 1 -1 1 ഇടയ്ക്ക്. അതുപോലെ തന്നെ -1n+1 എന്നുള്ള സീക്വൻസ് നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ അകത്ത് എലമെൻറ്റുകൾ 0 2 2 ഇതും കൺവേർജൻ്റ് അല്ലാത്തൊരു സീക്വൻസാണ്. പക്ഷേ ഈ സീക്വൻസും ബൗണ്ടഡ്, കാരണം സീക്വൻസിലെ എലമെൻറ്റുകളെല്ലാം 2നേക്കാളും ചെറുതോ ഈക്വലോ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സീക്വൻസ് ബൗണ്ടഡ് ആണെന്നും കൊണ്ട് കൺവേർജൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കൺവേർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് സീക്വൻസ് n കൺവേർജൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം സീക്വൻസ് എന്നിലെ എലമെൻറ്റുകൾ എന്ന് പറയുന്നത് 1 2 3 4 5 എന്നും പറഞ്ഞ് പോവാം. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എലമെൻറ്റുകൾ ആക്ച്വലി എന്താ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എലമെൻറ്റുകളായിട്ട് വരുന്നൊരു സീക്വൻസ് എടുത്താൽ അതിനൊരിക്കലും ബൗണ്ടഡ് ആകാൻ പറ്റില്ല. കാരണം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അൺബൗണ്ടഡാണ്. അപ്പോൾ ഇത് അൺബൗണ്ടഡ് ആയതുകൊണ്ട് ഈ സീക്വൻസ് ബൗണ്ടഡ് അല്ല. ബൗണ്ടഡ് അല്ലെങ്കിൽ അതിന് കൺവേർജൻ്റ് ആവാൻ പറ്റത്തില്ല. കാരണം കൺവേർജൻറ്റ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആണ്. അപ്പം ബൗണ്ടഡ് അല്ലാത്തൊരു സീക്വൻസിന് കൺവേർജൻ്റ് ആവാൻ പറ്റത്തില്ല. അതിൽ നിന്ന് നമുക്ക് സീക്വൻസ് എന്ന് പറയുന്നത് ഡൈവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് ബൗണ്ടഡ് ആണെന്നെങ്കിൽ അത് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിയെ വയലേറ്റ് ചെയ്യും. കാരണം എത്ര വലിയ റിയൽ നമ്പർ എടുത്താലും അതിനേക്കാളും വലിയൊരു നാച്ചുറൽ നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എടുക്കുമ്പോൾ അതിനൊരിക്കലും ഒരു ബൗണ്ട് ഇല്ല. അപ്പോൾ അതിനൊരു ബൗണ്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അൺബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് പറയാം സീക്വൻസ് കൺവേർജൻ്റ് അല്ല. ഇനി തിയറം 6 ആണ്. തിയറം കാണുമ്പോൾ വലിയ തിയറമായിട്ട് തോന്നിയാലും അത് ശരിക്കും പറഞ്ഞാൽ നല്ല എളുപ്പമാണ് നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട്. വലിയ കാര്യങ്ങളൊന്നുമില്ല, നല്ല എളുപ്പമാണ് നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ എക്സും വൈയും രണ്ട് സീക്വൻസുകൾ, രണ്ടും കൺവേർജൻ്റ് ആയിട്ടുള്ള സീക്വൻസാണ്. എക്സിനെ നമ്മൾ സീക്വൻസ് എക്സനും വൈയെ നമ്മൾ സീക്വൻസ് വൈനുമായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എക്സ് എൻ കൺവേർജസ് ടു എക്സും വൈ എൻ കൺവേർജസ് ടു വൈയും ആണെങ്കിൽ സി എനി റിയൽ നമ്പറും ആണെങ്കിൽ എക്സ് പ്ലസ് വൈ കൺവേർജസ് ടു എക്സ് സ്മോൾ എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ കൺവേർജസ് ടു സ്മോൾ എക്സ് മൈനസ് വൈ,
x into y converges to small xy and cx converges to c into x. ഇതാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടി പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് എന്നും വൈ എന്നും രണ്ട് കൺവേർജൻ സീക്വൻസുകളാണെങ്കിൽ, രണ്ട് സീക്വൻസുകൾ എടുത്താൽ അതിൻ്റെ സമ്മ്, പ്രൊഡക്റ്റ്, ഡിഫറൻസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ, അപ്പോൾ എക്സും വൈയും രണ്ട് സീക്വൻസുകളാണെങ്കിൽ അതിൻ്റെ സമ്മ്, രണ്ട് കൺവേർജൻ സീക്വൻസുകളാണെങ്കിൽ അതിൻ്റെ സമ്മും കൺവേർജൻ്റ് ആയിരിക്കും. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ദി സീക്വൻസുകളായിരിക്കും. അതുപോലെ തന്നെ എക്സും വൈയും കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസും കൺവേർജൻ്റ് ആയിരിക്കും. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ദ ലിമിറ്റ് ഓഫ് ദ ടു സീക്വൻസ് ആയിരിക്കും. പിന്നെ എക്സും വൈയും കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റും കൺവേർജൻ്റ് ആയിരിക്കും. പ്രൊഡക്റ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ ലിമിറ്റ്സ് ആയിരിക്കും. പിന്നെ സി കൺവേർജൻ്റ് ആണ്, എക്സ് കൺവേർജൻ്റ്, സി ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സി ഇൻറ്റു സീക്വൻസ് എക്സും കൺവേർജൻ്റ് ആയിരിക്കും. അതിൻ്റെ ലിമിറ്റ് സി എക്സ് എന്നുള്ളതായിരിക്കും. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് ഇസഡ് എൻ എന്ന് പറയുന്നത് നോൺ സീറോ റിയൽ നമ്പേഴ്സിൻ്റെ ഇസഡ് എൻ എന്ന് പറയുന്നത് കൺവേർജസ് ടു ഇസഡ് ആണ്. ഇസഡിലെ ഓരോ ടേമുകളും നോൺ സീറോ ആണ് എങ്കിൽ നമുക്ക് എക്സ് ബൈ ഇസഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് സീക്വൻസ് എക്സ് ബൈ ഇസഡ് കൺവേർജസ് ടു എക്സ് ബൈ ഇസഡ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആദ്യം നമുക്ക് സമ്മിൻ്റെ കാണിക്കാം. സമ്മിൻ്റെ അതേപോലെ തന്നെയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. സമ്മിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിഫറൻസ് ചെയ്യേണ്ട കാര്യമില്ല, ഇടയ്ക്ക് ഒരു മൈനസ് ഇടണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, എക്സും വൈയും കൺവേർജൻ സീക്വൻസുകളാണ്. എക്സ് എൻ കൺവേർജസ് ടു എക്സ്, വൈ എൻ കൺവേർജസ് ടു എക്സ്. നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ കണ്ടതാണ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സീക്വൻസിലെ nth എലമെൻ്റ് എന്ന് പറയുന്നത് എക്സ് എൻ പ്ലസ് വൈ എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ. ഇതാണ് നമ്മുടെ എക്സ് പ്ലസ് വൈ എന്നുള്ള സീക്വൻസ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ സ്മോൾ എക്സ് പ്ലസ് വൈയോട്ട് കൺവേർജ് ചെയ്യുന്ന കാണിക്കാനായിട്ട് നമുക്ക് എന്ത് കാണിക്കണം, അതിൻ്റെ nth എലമെൻറ്റ് മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ. എല്ലാ എപ്സിലോണും ഇങ്ങനൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൈ എൻ മൈനസ് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് കൺസിഡർ ചെയ്തേ. എക്സ് എൻ പ്ലസ് വൈ എൻ മൈനസ് എക്സ് പ്ലസ് വൈ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് വൈ എൻ മൈനസ് വൈ. ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ. എക്സ് എൻ പ്ലസ് വൈ എൻ മൈനസ് എക്സ് മൈനസ് വൈ എൻ നമുക്ക് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് വൈ എൻ മൈനസ് വൈ എഴുതാം. വിച്ച് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ, അതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കുക. ഇനി എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്, വൈ എൻ കൺവേർജസ് ടു വൈ ആണ്. എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് നമ്മളൊരു പർട്ടിക്കുലർ എപ്സിലോൺ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു K1 കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എടുക്കുക. അതായത് എപ്സിലോൺ പോലെ നമ്മൾ എപ്സിലോൺ ബൈ 2 എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഓരോ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ അതിന് നമ്മൾ K1 എന്ന് വിളിച്ചു. സബ്സെറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇനി ഇതേ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് വൈ എൻ കൺവേർജൻ്റ് ആണെങ്കിൽ ഓരോ എപ്സിലോണ് കറസ്പോണ്ടിങ് നമുക്കൊരു കെ എപ്സിലോൺ അവിടെയുണ്ട്. അപ്പോൾ ഇതേ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പറയാം ദെയർ ഇസ് എ K2 സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2 മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. അതായത് പറയുന്ന ഇത്രേ ഉള്ളൂ, എക്സ് എൻ എക്സിലോട്ട് കൺവേർജ് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഓരോ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമ്മളൊരു പർട്ടിക്കുലർ എപ്സിലോൺ എടുത്താൽ ആ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് നമുക്കൊരു K1 കണ്ടുപിടിക്കാൻ പറ്റും. ഈ എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു K1 കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് പറയുന്നത് K ഓഫ് എപ്സിലോൺ ബൈ 2 ആണ്. എപ്സിലോൺ ബൈ 2 ഡിപ്പെൻഡ് ചെയ്താൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് പറയും. അതേപോലെ ഈ സെയിം എപ്സിലോൺ ബൈ 2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു K2 കണ്ടുപിടിക്കാൻ പറ്റും. വൈ എൻ കൺവേർജസ് ടു വൈ ആയതുകൊണ്ട് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2. ഇനി നമ്മൾ ഇക്വേഷൻ 1 എടുക്കുക. ഇക്വേഷൻ 1നും 2 കൂടെ കമ്പൈൻ ചെയ്യുവാണ്. ഇക്വേഷൻ 1 അനുസരിച്ച് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൈ എൻ മൈനസ് എക്സ് പ്ലസ് വൈയുടെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ ആണ് ഇക്വേഷൻ 1. ഇനി എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. അപ്പോൾ നമ്മൾ K ഈക്വൽ ടു സുപ്രീമം ഓഫ് K1, K2 എടുക്കുക.
രണ്ടിൻ്റെയും കൂടെ മാക്സിമം ആയിട്ട് നമ്മൾ കെ എടുത്താൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം നമ്മൾ ഇഫ് കെ ഈസ് ഈക്വൽ ടു സുപ്രീം ഓഫ് K1, K2 എടുക്കുകയാണെങ്കിൽ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും, ഈ കണ്ടീഷനും ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെക്ക് രണ്ട് കണ്ടീഷൻ. അപ്പോൾ ഇത് ലെസ് ദാൻ ε/2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയും. കാരണം എന്താണ്, xn മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 ആണ്. അപ്പം K1 ആണോ K2? ഇപ്പോൾ K2 ആണ് വലുതെങ്കിൽ K1ൻ്റെ തന്നെ ഇതോടൊപ്പം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2 ഉണ്ട്. ഇനി K1 ആണ് വലുതെങ്കിൽ ഇത് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇവിടെ K1 ആയിരുന്നു വലുതെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 തന്നെ ഇതോടൊപ്പം K1 n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2 വരുമ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എടുക്കുവാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മോഡുലസ് ഓഫ് xn പ്ലസ് yn മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയിട്ട്. അപ്പോൾ നമ്മളൊരു ആർബിട്രറി എപ്സിലോൺ എടുത്തു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ കണ്ടുപിടിക്കാൻ പറ്റി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn പ്ലസ് yn മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? xn പ്ലസ് yn സീക്വൻസ് xn പ്ലസ് yn കൺവേർജസ് ടു എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് xn മൈനസ് yn കൺവേർജസ് ടു എക്സ് മൈനസ് വൈ എന്ന് പ്രൂവ് ചെയ്യാം. പ്ലസിന് പകരം ഇവിടുത്തെ പ്ലസിനും പകരം ഇടയ്ക്ക് മൈനസ് ഇടണം എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് xn yn കൺവേർജസ് ടു എക്സ് വൈ എന്നുള്ളതാണ്. അപ്പോൾ xn yn കൺവേർജസ് ടു എക്സ് വൈ എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്താ കാണിക്കട്ടെ? മോഡുലസ് ഓഫ് xn yn മൈനസ് എക്സ് വൈയുടെ വാല്യൂ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഫോമിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി ഇത് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് xn yn മൈനസ് xn y പ്ലസ് xn y മൈനസ് എക്സ് വൈ, നമ്മളൊരു ടേം ഈ xn y എന്നുള്ള ടേം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മൈനസ് ചെയ്യുകയും പ്ലസ് ചെയ്യുകയും നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ xn y എന്നുള്ള ടേം ആദ്യം മൈനസ് ചെയ്തു പിന്നെ പ്ലസ് ചെയ്തു. അപ്പോൾ ആദ്യം മൈനസ് ചെയ്യുമ്പോൾ xn കോമണാണ്, രണ്ടാമത്തെ സെറ്റിൻ്റെ അകത്ത് y കോമണാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു xn ഇൻറ്റു yn മൈനസ് വൈ പ്ലസ് y ഇൻറ്റു xn മൈനസ് എക്സ്, ഇങ്ങനെ കിട്ടുമല്ലോ. ഇനി ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്താൽ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xn ഇൻറ്റു yn മൈനസ് വൈ പ്ലസ് മോഡുലസ് ഓഫ് y ഇൻറ്റു xn മൈനസ് എക്സ് എന്ന് കിട്ടും. ഇനി മോഡുലസ് ഓഫ് എ ബി നമുക്ക് മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇത് മോഡുലസ് ഓഫ് xn ഇൻറ്റു yn മൈനസ് വൈ നമുക്ക് മോഡ് xn ഇൻറ്റു മോഡുലസ് ഓഫ് yn മൈനസ് വൈ പ്ലസ് മോഡുലസ് ഓഫ് y ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് xn yn മൈനസ് എക്സ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xn ഇൻറ്റു yn മൈനസ് വൈ പ്ലസ് മോഡുലസ് ഓഫ് y ഇൻറ്റു xn മൈനസ് എക്സ് എന്ന് കിട്ടി. ഇതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കുക. ഇനി നമുക്ക് xn കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് xn ബൗണ്ടഡ് ആണെന്ന് പറയാമല്ലോ. കൺവേർജൻറ്റ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മോഡ് xn വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n എന്ന് പറയാമല്ലോ. ഒരു m1 എങ്കിലും കാണും സച്ച് ദാറ്റ് മോഡ് xn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1. ഇനി നമ്മൾ അപ്പോൾ xn ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്കത് പറയാം. മോഡ് xn എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 ആണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ കൺവേർജൻ്റ് ആയതുകൊണ്ട് ബൗണ്ടഡ് ആണ്, അതിൽ നിന്ന് നമ്മൾ മോഡ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 എന്നെടുത്തു. ഇനി നമ്മൾ മോഡുലസ് ഓഫ് xn yn മൈനസ് എക്സ് വൈ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് xn എന്ന് പറയുന്നത് m1 ഫോമിൽ നമ്മൾ എടുത്തു. അപ്പം yn മൈനസ് വൈ എടുത്തു. ഇനി ഇവിടെ വരുമ്പോൾ മോഡ് y വരുന്നുണ്ട്. അപ്പം മോഡ് y എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണല്ലോ, കൺവേർജസ് ടു എ ഫൈനൈറ്റ് വാല്യൂ. അപ്പോൾ ആ y എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളൊരു m1 വരും, ഇവിടെ ഒരു മോഡ് yയും വരും. അത് മോഡ് xn മൈനസ് എക്സ് വരും. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ആക്കാൻ വേണ്ടി നമ്മൾ m ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് m1 മോഡ് y എടുക്കുകയാണെങ്കിൽ xn ലെസ് ദാൻ ഓർ മോഡ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്നും പറയാം, മോഡ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്നും പറയാമല്ലോ. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ m ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് m1 മോഡ് y എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മോഡ് xn ഈസ് ലെസ് ദാൻ m എന്നും
മോഡ് വൈ ലെസ് ദാൻ എം എന്നും നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ മാക്സിമത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എം ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം മോഡ് എക്സിന് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആകുമ്പോൾ എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം അതിൻ്റെ സുപ്രീം എടുത്തേക്കുന്നത് കൊണ്ട് അത് ലെസ് ദാൻ ഓർ ഈക്വൽ. കാരണം ഇപ്പോൾ M1 എന്ന് പറയുന്നത് ഒരു 100ഉം ഇതൊരു 100ഉം ഇതൊരു 1000ഉം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മോഡ് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണെങ്കിൽ ഇതിൻ്റെ സുപ്രീം 1000 വരുന്നത്. ഉറപ്പായിട്ടും അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 ആയിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഇത് 100ഉം ഇത് 1000ഉം ആണെന്ന് വിചാരിക്കുക. അപ്പം സ്മോൾ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ എക്സിന് എപ്പോഴും 1000 തന്നെ. മോഡ് വൈ ലെസ് ദാൻ 100 ആകുമ്പോൾ അതെന്തായാലും ലെസ് ദാൻ 1000 ആയിരിക്കുമല്ലോ. അപ്പോൾ സുപ്രീം എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. XN YN മൈനസ് XY എന്നുള്ളത് കൺസിഡർ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ആദ്യം തന്നെ നമ്മളൊരു ടേം മൈനസ് ചെയ്യുകയും പ്ലസ് ചെയ്യുകയും ചെയ്തു. ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് നമ്മൾ മൈനസ് ചെയ്യുകയും ചെയ്തു, പ്ലസ് ചെയ്യുകയും ചെയ്തു. അപ്പം മൈനസ് ചെയ്തു, അപ്പം XN കോമൺ ആയിട്ട് വന്നു, ഇവിടെ Y കോമൺ ആയിട്ട് വന്നു, പിന്നെ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്തു, പിന്നെ മോഡ് AB എന്ന് പറയുന്നത് മോഡ് A ഇൻറ്റു മോഡ് B എന്നുള്ളത് അപ്ലൈ ചെയ്തു. അപ്പം നമുക്കിനി YN മൈനസ് Y XN മൈനസ് X നമുക്ക് എപ്സിലോൺ ബൈ എമ്മിനേക്കാളും ചെറുതാണെന്ന് പറയാൻ പറ്റും. എപ്സിലോൺ ബൈ 2 എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും വേണ്ടതുപോലെ. അപ്പോൾ ഇനി മിച്ചമുള്ളത് ഈ മോഡ് എക്സിന് ഈ മോഡ് വൈ, അത് രണ്ടും ലെസ് ദാൻ എ പർട്ടിക്കുലർ നമ്പർ ആണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ എളുപ്പമുണ്ട്. അതിനുവേണ്ടി നമ്മൾ മോഡ് എക്സൻ കൺവേർജൻ്റ് ആയതുകൊണ്ട് മോഡ് എക്സൻ ബൗണ്ടഡ് ആണെന്ന് പറയാം. അതുകൊണ്ട് നമുക്കൊരു M1 ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ M ഇസ് ഈക്വൾ ടു സുപ്രീമം ഓഫ് M1 കോമ മോഡ് വൈ എടുക്കുമ്പോൾ മോഡ് എക്സനും ലെസ് ദാൻ എം ആയിരിക്കും, മോഡ് വൈയും ലെസ് ദാൻ എം ആയിരിക്കും. ഇനി അതുകൊണ്ട് M ഈക്വൾ ടു സുപ്രീമം എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 വി ഗെറ്റ് മോഡുലസ് ഓഫ് XN YN മൈനസ് XY ഈസ് ലെസ് ദാൻ, കാരണം ഇത് സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്നുള്ളതല്ലേ നമ്മുടെ അടുത്ത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം മോഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയതുകൊണ്ട് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറഞ്ഞ വരും എം കൊടുത്തു, മോഡുലസ് ഓഫ് YN മൈനസ് Y പ്ലസ് മോഡ് വൈയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയത് എം ഇൻറ്റു മോഡുലസ് ഓഫ് XN മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഇനി എക്സിന് കൺവേർജൻ്റ് ആണ്, വൈയും കൺവേർജ്, എം എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ. XN കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു K1 എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് XN മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ എമ്മും കൂടെ കളയണം, രണ്ടിടത്തും ഈ എമ്മും കൂടെ കളയാൻ വേണ്ടി നമ്മൾ എപ്സിലോൺ ബൈ 2m ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം എപ്സിലോൺ ബൈ 2mന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു K1 കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ഫോർ ഓൾ n greater than or equal to K1, all greater than or equal to K1 modulus of XN minus X is less than epsilon by 2m. അതേപോലെ തന്നെ ഈ സെയിം എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു K2 എക്സിസ്റ്റ് ചെയ്തെടുത്താൽ YN മൈനസ് Y ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2m ഫോർ ഓൾ n greater than or equal to K2. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം ആയിട്ട് K എടുത്താൽ മതി. അപ്പം നമ്മൾ ഇഫ് K എപ്സിലോൺ ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് K1 കോമ K2, അപ്പോൾ ഒരു പർട്ടിക്കുലർ എപ്സിലോൺ കറസ്പോണ്ടിങ് ആണ് നമ്മൾ K എപ്സിലോൺ എന്ന് പറയുന്നത്, അതിൻ്റെ K1ഉം K2 എടുത്താൽ ഈ രണ്ട് കണ്ടീഷനും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനെ 2 എന്ന് വിളിച്ച് ഇതിനെ നമ്മൾ 3 എന്നും വിളിച്ചാൽ 2ഉം 3ഉം യൂസ് ചെയ്ത് കഴിയുമ്പോൾ മോഡുലസ് ഓഫ് XN YN മൈനസ് XY ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ഇൻറ്റു എപ്സിലോൺ ബൈ 2 ഈ സ്ട്രിക്ട്ലി ലെസ് ദാൻ വരും, M ഇൻറ്റു എപ്സിലോൺ ബൈ 2m പ്ലസ് M ഇൻറ്റു എപ്സിലോൺ ബൈ 2m എന്ന് വരില്ലേ. കാരണം M ഇൻറ്റു മോഡുലസ് ഓഫ് YN മൈനസ് Y ലെസ് ദാൻ എപ്സിലോൺ ബൈ 2m. അടുത്തത് M ഇൻറ്റു മോഡ് XN മൈനസ് എക്സ്, അത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2m. സോ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n greater than or equal to K എപ്സിലോൺ. കാരണം K എപ്സിലോൺ എന്ന് പറയുന്നത് രണ്ടും സുപ്രീമം ആയതുകൊണ്ട് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ. അപ്പോൾ n greater than or equal to K എപ്സിലോൺ വരുമ്പോഴല്ല ഈ കണ്ടീഷനുണ്ട് ഈ കണ്ടീഷനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് XN YN മൈനസ് XY ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n greater than or equal to K എപ്സിലോൺ എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? XN YN കൺവേർജസ് ടു XY എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് XN YNൻ്റെ കേസ്. ഇനി XN YNൻ്റെ കൺവേർജസ് ടു XN YN കൺവേർജസ് ടു XY. അപ്പം നമുക്ക് CXN കൺവേർജസ് ടു CX എന്ന് എങ്ങനെ കാണിക്കാം? നമ്മൾ YN എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സീക്വൻസ് C എടുത്താൽ, സീക്വൻസ് YN എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സീക്വൻസ് C എടുത്താൽ കോൺസ്റ്റൻറ്റ് സീക്വൻസ് അതിലോട്ട് തന്നെ കൺവേർജ് ചെയ്യും. അപ്പോൾ YN കൺവേർജസ് ടു C ആണ്. അപ്പോൾ Yയുടെ സ്ഥാനത്ത് C വരും.
വൈ എന്നിൻ്റെ സ്ഥാനത്ത് സി വരും. അപ്പം നോക്കിയേ, ഇവിടെ വൈ എന്നിൻ്റെ സ്ഥാനത്ത് സി, ഇവിടെ വൈയുടെ സ്ഥാനത്ത് സി. അത് ഓട്ടോമാറ്റിക്കലി അപ്പം നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണിക്കേണ്ടത് എക്സ് എൻ ബൈ ഇസഡ് എൻ, വേർ ഇസഡ് എൻ എന്ന് പറയുന്നത് നോൺ സീറോ സീക്വൻസ്. ഇസഡിൻ്റെ എല്ലാ ടേമുകളും നോൺ സീറോയും ഇസഡ് എൻ കൺവേർജസ് ടു നോൺ സീറോ റിയൽ നമ്പർ 1 ഇസഡും ആണെങ്കിൽ എക്സ് എൻ ബൈ ഇസഡ് എൻ കൺവേർജസ് ടു എക്സ് ബൈ ഇസഡ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇസഡ് എൻ എന്ന് പറയുന്നത് നോൺ സീറോ സീക്വൻസ് വിച്ച് കൺവേർജസ് ടു ഇസഡ് ആണെങ്കിൽ 1 ബൈ ഇസഡ് എൻ കൺവേർജസ് ടു 1 ബൈ ഇസഡ്. ഇതാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. നമുക്ക് കാണിക്കേണ്ടത് എക്സ് എൻ ബൈ ഇസഡ് എൻ കൺവേർജസ് ടു എക്സ് ബൈ ഇസഡ് എന്നാണ് കാണിക്കേണ്ടത്. അതിന് പകരം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 1 ബൈ ഇസഡ് എൻ കൺവേർജസ് ടു 1 ബൈ ഇസഡ്. ഇസഡ് എൻ കൺവേർജസ് ടു ഇസഡ് എന്നുള്ളത് യൂസ് ചെയ്തുകൊണ്ട് സീക്വൻസ് ഇസഡ് എൻ കൺവേർജസ് ടു ഇസഡ്, അതിൽ നിന്ന് നമുക്ക് 1 ബൈ ഇസഡ് എൻ കൺവേർജസ് ടു 1 ബൈ ഇസഡ് എന്ന് കാണിക്കണം. ഇനി നമ്മൾ ഇവിടെ ആദ്യം ആൽഫ എന്ന് പറയുന്ന മോഡ് ഇസഡ് ബൈ 2 എടുക്കുക. അപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ആയതുകൊണ്ട് അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആൽഫ ഈക്വൾ ടു നമ്മൾ മോഡ് ഇസഡ് ബൈ 2 എടുത്താൽ ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട്, അപ്പോൾ ഇവിടെ നമ്മൾ എപ്സിലോണ് പകരം ഇസഡ് എൻ കൺവേർജസ് ടു ഇസഡ് ആയതുകൊണ്ട് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ദെയർ എക്സിസ്റ്റ് എ കെ എപ്സിലോൺ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് ഇസഡ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. ഇവിടെ നമ്മൾ എപ്സിലോൺ ഈക്വൾ ടു ആൽഫ എടുക്കുക. ആൽഫ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എപ്സിലോണിന് പകരം ആൽഫ യൂസ് ചെയ്യാം. അപ്പോൾ ഇസഡ് എൻ കൺവേർജസ് ടു ഇസഡ് ആയതുകൊണ്ട് നമുക്ക് ഫോർ ആൽഫ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സിസ്റ്റ് എ K1 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് ഇസഡ് ഈസ് ലെസ് ദാൻ ആൽഫ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് പറയാലോ. ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. നമ്മൾ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ ഇസഡ് എൻ കൺവേർജസ് ടു ഇസഡ് ആണ്. അപ്പോൾ അതിന് അപ്പോൾ ആൽഫ എപ്സിലോണിന് പകരം നമ്മൾ ആൽഫ യൂസ് ചെയ്യുന്നുള്ളത് എപ്സിലോൺ ഈക്വൾ ടു മോഡ് ഇസഡ് ബൈ 2 എടുത്തു. അതായത് ആൽഫ ഈക്വൾ ടു എ പോസിറ്റീവ് റിയൽ നമ്പർ മോഡ് ഇസഡ് ബൈ 2 എടുത്താൽ ആ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു K1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് ഇസഡ് ഈസ് ലെസ് ദാൻ ആൽഫ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു K1. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതിനെ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് ഇസഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ മൈനസ് ആൽഫ എന്ന് നമുക്ക് പറയാമല്ലോ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു K1. ഇതിനെ മൈനസ് വെച്ച് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അത് എഴുതി വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡുലസ് ഓഫ് മോഡ് ഇസഡ് എൻ മൈനസ് മോഡ് ഇസഡ്, മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് എ മൈനസ് ബി ആയതുകൊണ്ട് നമുക്കിതിനെ മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് ഇസഡ് എന്ന് സെപ്പറേറ്റ് ചെയ്യാം. മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി ആണ്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ മോഡ് എ എന്നും ഇതിനെ നമ്മൾ സി എന്നും എടുക്കുകയാണെങ്കിൽ മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി വരുമ്പോഴെല്ലാം മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി. മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി ആണെങ്കിൽ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി എഴുതിയാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ മോഡുലസ് മാറുമ്പോൾ നമുക്ക് മൈനസ് ഓഫ് മോഡ് ഇസഡ് എൻ മൈനസ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഇതിൻ്റെ മോഡുലസ് ഇല്ലാത്ത ഫോം, അപ്പോൾ മോഡ് ഇസഡ് എൻ മൈനസ് മോഡ് ഇസഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി. അപ്പോൾ അതാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് ഇസഡ്, ഈ മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് ഇസഡിനെയാണ് നമ്മൾ സി നിർത്തുക. അപ്പോൾ മൈനസ് സിക്കും പ്ലസ് സിക്കും ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ വാല്യൂ മോഡ് ഇസഡ് എൻ മൈനസ് മോഡ് ഇസഡിൻ്റെ വാല്യൂ കിടക്കുന്നത്. അപ്പം മോഡുലസ് ഓഫ് മോഡ് ഇസഡ് എൻ മൈനസ് മോഡ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് ഇസഡ് എൻ മൈനസ് ഇസഡിനെ കിട്ടി. അപ്പം നമുക്ക് മോഡ് ഇസഡ് എൻ മൈനസ് മോഡ് ഇസഡിൻ്റെ വാല്യൂ ഇതിൻ്റെ മൈനസ് ഓഫ് ദിസിനും പ്ലസ് ദിസിനും ഇടയ്ക്ക് കിടക്കും. അപ്പോൾ ഇനി മൈനസ് ഓഫ് മോഡ് ഇസഡ് എൻ മൈനസ് ഇസഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മൈനസ് ആൽഫ. അപ്പോൾ നമുക്ക് മൈനസ് ആൽഫ ഈസ് ലെസ് ദാൻ മൈനസ് മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് ഇസഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് മോഡ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് ഇസഡ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു K1. എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു K1 വരുമ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മളിപ്പം മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഈ ഒരു പോർഷനും മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് ഇസഡ് എൻ മൈനസ് മോഡ് ഇസഡ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു K1 എന്ന് കിട്ടുമല്ലോ. അപ്പം നമുക്ക് മൈനസ് ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് ഇസഡ് എൻ മൈനസ് മോഡ് ഇസഡ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു K1 എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മൾ ഇസഡിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മോഡ് ഇസഡ് മൈനസ് എ,
ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇസഡൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് കിട്ടും. ഇനി മോഡ് ഇസഡ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, അത് മോഡ് ഇസഡ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് മോഡ് ഇസഡ് ബൈ 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇസഡൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് മോഡ് ഇസഡ് ബൈ 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് പറയാമല്ലോ. അതായത് നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ, ഇസഡൻ കൺവേർജസ് ടു ഇസഡ് എന്നുള്ളത് യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എപ്സിലോണിന് പകരം ആൽഫ എന്ന് പറയുന്നത് മോഡ് ഇസഡ് ബൈ 2 എടുത്തു. എന്നിട്ട് അതിൻ്റെ കൺവേർജൻസ് തിരിച്ചുകൊണ്ട് നമ്മൾ മോഡുലസ് ഓഫ് ഇസഡൻ മൈനസ് ഇസഡ് ലെസ് ദാൻ ആൽഫ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്നുള്ളതും യൂസ് ചെയ്ത് പിന്നെ നമ്മൾ ചെയ്ത് മോഡുലസ് ഓഫ് മോഡ് ഇസഡൻ മൈനസ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡൻ മൈനസ് ഇസഡ് യൂസ് ചെയ്തു. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലോട്ട് കിട്ടി. എന്നിട്ട് ഇസഡിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് മോഡ് ഇസഡ് ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇസഡൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് കിട്ടും. ഇനി നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ ഇനിക്വാളിറ്റി തിരിഞ്ഞു വരും. 2 ഇൻറ്റു മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ മോഡ് ഇസഡൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. അപ്പോൾ നമ്മൾ ഇനിക്വാളിറ്റി ഇപ്പുറത്തെ സൈഡിലോട്ട് ആദ്യം എഴുതുമ്പം 1 ബൈ മോഡ് ഇസഡൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ബൈ മോഡ് ഇസഡ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് പറയാമല്ലോ. ഇതിനെ നമുക്ക് ഒരു ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ 1 ബൈ ഇസഡൻ മൈനസ് 1 ബൈ ഇസഡ് കൺസിഡർ ചെയ്യുക. നമുക്ക് കാണിക്കേണ്ടത് 1 ബൈ ഇസഡൻ കൺവേർജസ് ടു 1 ബൈ ഇസഡ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിത് കൺസിഡർ ചെയ്യുമ്പം 1 ബൈ ഇസഡൻ മൈനസ് 1 ബൈ ഇസഡ് എൽ സി എടുക്കുമ്പം ഇസഡ് മൈനസ് ഇസഡൻ ഡിവൈഡ് ബൈ ഇസഡൻ ഇൻറ്റു ഇസഡ് എന്ന് വരുമല്ലോ. ഇസഡ് മൈനസ് ഇസഡൻ ഡിവൈഡ് ബൈ ഇസഡൻ ഇൻറ്റു ഇസഡ്. അപ്പോൾ നമുക്ക് 1 ബൈ മോഡ് ഇസഡൻ ഇൻറ്റു ഇസഡ് ഇൻറ്റു മോഡുലസ് ഓഫ് ഇസഡൻ ഇസഡ് മൈനസ് ഇസഡ് എന്ന് എഴുതാം. നമ്മൾ മോഡ് എ ബൈ ബിയെ നമുക്ക് മോഡ് എ ബൈ മോഡ് ബി എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് എൻ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് എൻ ഇൻറ്റു മോഡ് ഇസഡ് എന്ന് സ്പ്ലിറ്റ് ചെയ്യല്ലോ. മോഡ് എ ബിയെ നമുക്ക് മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 1 ബൈ ഇസഡ് എൻ മൈനസ് 1 ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് എൻ ഡിവൈഡ് ബൈ മോഡ് ഇസഡ് എൻ ഇൻറ്റു മോഡ് ഇസഡ് എന്ന് കിട്ടി. ഇനി 1 ബൈ മോഡ് ഇസഡ് എന്ന് പറയുന്നത് 1 ബൈ ഇസഡ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ബൈ മോഡ് ഇസഡാണ്. അപ്പോൾ മോഡ് ഇസഡ് എൻ 1 ബൈ മോഡ് ഇസഡ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ബൈ മോഡ് ഇസഡാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 ബൈ മോഡ് ഇസഡ് എൻ ഇൻറ്റു 1 ബൈ മോഡ് ഇസഡ് ഇൻറ്റു മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഇതിന് നമുക്ക് 1 ബൈ മോഡ് ഇസഡ് എൻ ഇൻറ്റു 1 ബൈ മോഡ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് എന്ന് എഴുതാം. അതിൽ 1 ബൈ മോഡ് ഇസഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ബൈ മോഡ് ഇസഡ് ഇൻറ്റു 1 ബൈ മോഡ് ഇസഡ് ഇൻറ്റു മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് എൻ എന്ന് എഴുതാമല്ലോ. ഇതെപ്പോഴാണ് ഉള്ളത്, ഈ കണ്ടീഷൻ ഉള്ളത് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. അപ്പോൾ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 നമുക്ക് എന്ത് കിട്ടി, 1 ബൈ ഇസഡ് എൻ മൈനസ് 1 ബൈ ഇസഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ബൈ മോഡ് ഇസഡ് സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ്. ഇതിനെ ഇക്വേഷൻ 3 എടുക്കുക. ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 നമുക്ക് 1 ബൈ ഇസഡ് എൻ മൈനസ് 1 ബൈ ഇസഡിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടി. ഇനി ഇസഡ് എൻ കൺവേർജസ് ടു ഇസഡ് ആയതുകൊണ്ട് നമ്മളൊരു പർട്ടിക്കുലർ എപ്സിലോൺ എടുത്താൽ ഒരു എപ്സിലോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു K2 കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഇസഡ് എൻ മൈനസ് ഇസഡ് ഈസ് ലെസ് ദാൻ. നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ശരിക്കും ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ബൈ മോഡ് ഇസഡ് സ്ക്വയർ കളയണം. അപ്പോൾ നമ്മൾ എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് ഇസഡ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് മോഡ് ഇസഡ് എൻ മൈനസ് ഇസഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് ഇസഡ് സ്ക്വയർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ സാധാരണ നമ്മൾ എടുക്കുന്ന എപ്സിലോണിന് പകരം നമ്മൾ എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് ഇസഡ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെയാണ് K2 എന്ന് എടുത്തത്. നമുക്ക് ഏത് എപ്സിലോൺ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് K കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എപ്സിലോൺ ബൈ 2 ഇൻറ്റു മോഡ് ഇസഡ് സ്ക്വയറിൻ്റെ വാല്യൂവിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ K2 എന്ന് എടുത്തത്. അപ്പോൾ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2
ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ നമുക്കൊരു K2 കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ ഇക്വേഷൻ 4 എന്നെടുക്കുക. ഇനി നമ്മൾ n > K1 ഉള്ളപ്പോൾ ഈ കണ്ടീഷൻ ഉണ്ട്, n > K2 ഉള്ളപ്പോൾ ഈ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ K = സുപ്രീമം ഓഫ് K1, K2 എടുക്കുമ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1/1ഉം 3ഉം 4ഉം കൂടെ ഒരുമിച്ച് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/mod z² ഇൻറ്റു z മൈനസ് z എന്ന് കിട്ടും. അതിൽ zn മൈനസ് z ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 2/mod z² ഇൻറ്റു ε/2 ഇൻറ്റു mod z² വരും. അപ്പം 2ഉം mod z² പോയി കഴിയുമ്പോൾ ഇത് ലെസ് ദാൻ എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? ഫോർ ഓൾ n > K എന്ന് പറയുന്നത് ഇതിന് രണ്ടും കൂടെ സുപ്രീം K എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം K എന്ന് പറയുന്നത് ഇതിന് രണ്ടും കൂടെ സുപ്രീമം എടുത്താൽ ഫോർ ഓൾ n > K ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 1/Zn മൈനസ് 1/Zൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? 1/Zn മൈനസ് 1/Z ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n > K എപ്സിലോൺ, വേർ K എപ്സിലോൺ എന്ന് പറയുന്നത് ഇതിന് ഞങ്ങൾ സുപ്രീമമാണ്. അതിൽ നിന്ന് നമുക്ക് അപ്പോൾ നമ്മളൊരു ആർബിട്രറി എപ്സിലോൺ എടുത്തപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 1/Zn മൈനസ് 1/Zൻ്റെ വാല്യൂ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n > K എപ്സിലോൺ എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? 1/Zn കൺവേർജസ് ടു 1/Z എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ Zn കൺവേർജസ് ടു Z ആണെങ്കിൽ 1/Zn കൺവേർജസ് ടു 1/Z എന്ന് കിട്ടി. അപ്പോൾ Zn എന്ന് പറയുന്നത് നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ 1/Zn കൺവേർജസ് ടു 1/Z. ഇനി നമ്മൾ കണ്ടു x കൺവേർജസ് ടു x ആണ്, y കൺവേർജസ് ടു y ആണെങ്കിൽ xy കൺവേർജസ് ടു സ്മോൾ xy ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ Zn പകരം നമ്മൾ yക്ക് പകരം 1/Z എന്നുള്ള സീക്വൻസ് കൊടുത്താൽ നമ്മൾ x = സീക്വൻസ് xനും y = സീക്വൻസ് 1/Zനും എടുക്കുകയാണെങ്കിൽ xn/Zn എന്ന് പറയുന്നത് x ഇൻറ്റു y ഫോമിലല്ലേ വരുന്നത്. അപ്പം x ഇൻറ്റു y കൺവേർജസ് ടു ഇതിൻ്റെ ലിമിറ്റ് ഇൻറ്റു ഇതിൻ്റെ ലിമിറ്റ്, അപ്പോൾ എന്ത് വരും? കൺവേർജസ് ടു x ഇൻറ്റു 1/Z എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ ഈ തിയറം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. xn കൺവേർജസ് ടു എക്സും yn കൺവേർജസ് ടു വൈയും ആണെങ്കിൽ xy കൺവേർജസ് ടു xy. അത് നമ്മൾ x = സീക്വൻസ് xനും y = സീക്വൻസ് 1/Z അപ്ലൈ ചെയ്യുമ്പോൾ x ഇൻറ്റു y എന്നുള്ള സീക്വൻസ് എന്തായിട്ട് മാറി? xn ഇൻറ്റു 1/Z എന്ന് പറയുന്നത് xn/Zn. അപ്പോൾ xn/Zn കൺവേർജസ് ടു ഇതിൻ്റെ ലിമിറ്റ് ഇൻറ്റു ഇതിൻ്റെ ലിമിറ്റ്, ഇതിൻ്റെ ലിമിറ്റ് x, ഇതിൻ്റെ ലിമിറ്റ് 1/Z. അപ്പോൾ കൺവേർജസ് ടു x ഇൻറ്റു 1/Z എന്ന് നമുക്ക് കിട്ടി. നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? xn/Zn കൺവേർജസ് ടു x/Z ആയി. അപ്പോൾ നമുക്ക് Zn എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് വിച്ച് കൺവേർജസ് ടു എ നോൺ സീറോ റിയൽ നമ്പർ ആണെങ്കിൽ xn/Zn ഓൾസോ കൺവേർജസ് ടു xn/Zn ഓൾസോ കൺവേർജസ് ടു x/Z എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആ തിയറത്തിൻ്റെ എല്ലാ പാർട്ടുമായി ഇത് നമ്മൾ രണ്ട് സീക്വൻസുകൾക്ക് വെച്ചിട്ടാണ് തിയറം എല്ലാം പ്രൂവ് ചെയ്തത്. ഇത് നമുക്ക് എത്ര എണ്ണത്തിന് വേണം? ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് കൺവേർജൻ സീക്വൻസുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സപ്പോസ് A എന്ന് പറയുന്ന സീക്വൻസ് AN, B എന്ന് പറയുന്ന സീക്വൻസ് BN, എങ്ങനെ എക്സെട്രാ കുറേ സീക്വൻസ് Z എന്ന് പറയുന്ന സീക്വൻസ് Zn എന്ന് പറഞ്ഞ കുറേ സീക്വൻസുകൾ, ഇതെല്ലാം കൺവേർജസ് ടു ഇത് കൺവേർജസ് ടു A, ഇത് കൺവേർജസ് ടു B ഒക്കെ ആണെങ്കിൽ A+B+ എക്സെട്രാ പ്ലസ് Z എന്നുള്ള സീക്വൻസ് കൺവേർജൻ്റ് ആയിരിക്കും. അത് കൺവേർജസ് ടു A+B+ എക്സെട്രാ Z ആയിരിക്കും. അതായത് നമ്മൾ രണ്ടെണ്ണത്തിന് എക്സും വൈയും കൺവേർജൻ്റ് ആണെങ്കിൽ x+y കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞതുപോലെ നമുക്ക് A, B, C, Z എന്നൊക്കെ പറഞ്ഞ് കുറേ സീക്വൻസുകൾ എടുത്താൽ അതിൻ്റെ സമ്മും അതിൽ കൺവേർജൻ്റ് ആയിട്ടുള്ള സീക്വൻസുകളാണെങ്കിൽ അതിൻ്റെ സമ്മും കൺവേർജൻ്റ് ആയിരിക്കും. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റ് ഓഫ് ദിസ് പ്ലസ് ലിമിറ്റ് ഓഫ് ദിസ് പ്ലസ് ലിമിറ്റ് ഓഫ് ദിസ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എടുത്താലും A ഇൻറ്റു B ഇൻറ്റു എക്സെട്രാ ഇൻറ്റു Z എന്ന് പറയുന്നത് കൺവേർജസ് ടു ലിമിറ്റ് ഓഫ് AN ഇൻറ്റു ലിമിറ്റ് ഓഫ് VN ഇൻറ്റു ലിമിറ്റ് ഓഫ് CN ഇൻറ്റു എക്സെട്രാ. അതായത് എക്സും വൈയും കൺവേർജൻ്റ് ആണെങ്കിൽ XY കൺവേർജസ് ടു സ്മോൾ xy എന്ന് പറയും. അതിൽ നിന്ന് നമുക്ക് A, B, C, D, Z എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് കൺവേർജൻ സീക്വൻസുകളുടെ പ്രൊഡക്റ്റ് എടുത്താൽ അതും കൺവേർജൻ്റ് ആയിരിക്കും. ഇറ്റ് കൺവേർജസ് ടു ലിമിറ്റ് ഓഫ് AN ഇൻറ്റു ലിമിറ്റ് ഓഫ് BN ഇൻറ്റു എക്സെട്രാ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എയും ബിയും സിയും എല്ലാം ഒരേ സീക്വൻസ് എടുത്താൽ അപ്പോൾ സീക്വൻസ് AN⁻k കൺവേർജസ് ടു ലിമിറ്റ് ഓഫ് AN⁻k എന്ന് നമുക്ക് പറയാൻ പറ്റും.
ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാവുന്നൊരു കാര്യമാണ്. കാരണം എയ്ക്കും ബിക്കും സിക്കും എല്ലാം പകരം എ എൻ തന്നെ നമ്മൾ കെ ടൈംസ് എടുത്താൽ അത് ലിമിറ്റ് ഓഫ് എ എൻ കെ ടൈംസ്, ഇപ്പോൾ അത് ലിമിറ്റ് ഓഫ് എ എൻ റേസ് ടു കെ എന്ന് നമുക്ക് കിട്ടും.